Hello friends, welcome to my English classroom. In this class, we are going to discuss about the chapter Introduction to Academic Writing. Calicut University second semester English common course ആയ Writing for Academic and Professional Successന്റെ ആദ്യ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ്. ഈ ചാപ്റ്ററിനെ പരീക്ഷയ്ക്ക് നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ വിശദീകരിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ ഇംഗ്ലീഷ് എഴുത്തിനെ മികവുറ്റതാക്കുക എന്നതാണ് ഈ പേപ്പർ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് നിങ്ങളെ സഹായിക്കും വിധം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ്. അക്കാദമിക എഴുത്തിലേക്ക് ഒരു ആമുഖം. എന്താണ് അക്കാദമിക് റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ അക്കാദമിക രീതിയിൽ എഴുതുന്നതിന് മുൻപ് നമ്മൾ കൈവരിക്കേണ്ട ചില കഴിവുകൾ എന്തെല്ലാമാണ്? മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചില പദങ്ങളുടെ അർത്ഥം എന്താണ്? ഇതെല്ലാമാണ് ആദ്യത്തെ ഈ ചാപ്റ്ററിൽ വിവരിക്കുന്നത്. ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായിട്ട് കടക്കാം. സ്കിൽ എക്സ്പെക്റ്റേഷൻസ് ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി ആസ് യു മൂവ് ഫ്രം സ്കൂൾ ടു കോളേജ്. സ്കൂളിൽ നിന്ന് കോളേജ് രീതിയിലേക്ക് നമ്മുടെ പഠന നിലവാരം ഉയരുമ്പോൾ നമ്മുടെ എഴുത്തിൻ്റെ നിലവാരത്തിലും ആ ഉയർച്ച പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കോളേജ് സ്റ്റുഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു റൈറ്റ് എ റേഞ്ച് ഓഫ് റിട്ടൺ വർക്ക്സ് ആസ് എ പാർട്ട് ഓഫ് ദെയർ സ്റ്റഡീസ്. And developing written communication is essential for studies at the tertiary level. കോളേജിലെത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും എഴുത്തുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ആശയവിനിമയത്തിൻ്റെ എല്ലാ രീതികളും ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ മൂന്നാം ഘട്ടത്തിൽ 10ാം ക്ലാസ് വരെയുള്ള പ്രൈമറി ഘട്ടം, അത് കഴിഞ്ഞ് 2 വർഷത്തെ +2 സെക്കൻഡറി ഘട്ടം, മൂന്നാമത്തെ ഘട്ടം ടേർഷ്യറി ലെവലാണ് നമുക്ക് ഡിഗ്രി തലത്തിലുള്ള വിദ്യാഭ്യാസം. ഈ സമയത്ത് എത്തുമ്പോൾ തീർച്ചയായിട്ടും എഴുത്തിൽ അത്തരത്തിലുള്ളൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. സ്കൂൾ സ്റ്റുഡൻസ് ഓഫൻ റൈറ്റ് ഇൻ ഇൻഫോർമൽ, സിമ്പിൾ ആൻഡ് നോൺ ടെക്നിക്കൽ ലാംഗ്വേജ്. സ്കൂളിലായിരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും എഴുതിയിരുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള, അനൗപചാരികമായിട്ടുള്ള, സിമ്പിൾ, വളരെ സിമ്പിളായി, ആൻഡ് നോൺ ടെക്നിക്കൽ ലാംഗ്വേജ്, സാങ്കേതികമല്ലാത്ത പദങ്ങളൊക്കെ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സിമ്പിളായിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ എഴുതിയിരുന്നത്. ദർ ഇസ് എ ചാൻസ് ഫോർ ക്രിയേറ്റീവ് റൈറ്റിംഗ്. അവിടെ സർഗാത്മക എഴുത്തുകൾക്കും പ്രാധാന്യമുണ്ടായിരുന്നു. കഥകളും കവിതകളൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജുകളാണ് നമ്മൾ അത്തരത്തിൽ ഉപയോഗിച്ചിരുന്നത്. ദ റൈറ്റേഴ്സ് പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. അതായത് സർഗാത്മക എഴുത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ചിന്തകൾ, വ്യക്തിപരമായിട്ടുള്ള എക്സ്പ്രഷൻസ്, ആവിഷ്കാരങ്ങളെല്ലാം നമുക്ക് അവിടെ എഴുതാമായിരുന്നു. അതായത് നമ്മുടെ തോന്നലുകൾ, ചിന്തകൾ, അതിനൊക്കെ പ്രാധാന്യം നൽകുന്ന രീതിയിലായിരുന്നു 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 തലത്തിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് എഴുതിയിരുന്നത്. അത്തരത്തിൽ നമ്മുടെ ഡയറി എഴുതുക, അത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഇമോഷൻസിന്, അതല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിന്, നമ്മുടെ എക്സ്പ്രഷനുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അത്തരത്തിലുള്ള സിമ്പിൾ എഴുത്തുകൾ മാത്രമാണ് നമ്മൾ സ്കൂൾ തലത്തിൽ നടത്തിയത്. എന്നാൽ അങ്ങനെയല്ല നമുക്ക് ഇനി അങ്ങോട്ട് ഡിഗ്രി തലത്തിൽ അത്തരത്തിലുള്ളൊരു സ്കില്ല് മാത്രം പോരാ. റൈറ്റിംഗ് സ്കിൽസ് എക്സ്പെക്റ്റഡ് അറ്റ് കോളേജ് ലെവൽ മെയിൻലി ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു റൈറ്റ് ക്ലിയർലി ആൻഡ് ലോജിക്കലി ഫോളോയിങ് സർട്ടൻ ടെക്നിക്സ്, കൺവെൻഷൻസ് ആൻഡ് സ്റ്റൈൽസ്. കോളേജ് ലെവലിൽ എത്തുന്ന സമയത്ത് നമ്മുടെ എഴുത്തുകളിൽ കൂടുതൽ ക്ലാരിറ്റി, അതല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ട് മാറേണ്ടതുണ്ട്. കൃത്യമായി വ്യക്തമായി കാര്യങ്ങൾ എഴുതേണ്ടതുണ്ട്. ഫോളോയിങ് സർട്ടൻ ടെക്നിക്സ്, കൺവെൻഷൻസ് ആൻഡ് സ്റ്റൈൽ. തീർച്ചയായിട്ടും അതിന് വ്യക്തമായ ചില ടെക്നിക്കുകളുണ്ട്, ചില രീതികളുണ്ട്. കൺവെൻഷൻസ്, സമ്പ്രദായങ്ങളുണ്ട്. ആൻഡ് സ്റ്റൈൽസ്, ചില ശൈലികളുണ്ട്. ഇതെല്ലാം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ കൃത്യതയോടെയും വ്യക്തതയോടെയുമാണ് നമ്മൾ ഡിഗ്രി ലെവലിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അത്തരം എഴുത്ത് രീതികളെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പരിചയപ്പെടാൻ പോകുന്നത്. പ്രീ റിക്വസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി ഒരുക്കി വെക്കേണ്ടതുണ്ട്. പ്രീ റിക്വസൈറ്റ്സ്, കുറച്ച് മുൻ ഉപാധികളുണ്ട്. എന്തിന്? അക്കാഡമിക് റൈറ്റിങ്ങിന്. അക്കാഡമിക് റൈറ്റിംഗ് എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നതിനും അത് പ്രവർത്തിക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അക്കാഡമിക് റൈറ്റിംഗ് ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് ആസ് ഹയർ ഓർഡർ ഓഫ് റൈറ്റിംഗ് സ്കിൽ. തീർച്ചയായിട്ടും ഉയർന്ന തലത്തിലുള്ള എഴുത്ത് രീതിയെയാണ് അക്കാഡമിക് റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ സ്കൂൾ ലെവലിൽ നമ്മൾ എഴുതി വന്നിരുന്ന സാധാരണ രീതിയല്ല,
കുറച്ചും കൂടെ ഹയർ ലെവലിൽ ഉയർന്ന രീതിയിലുള്ള എഴുത്തിനെയാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്പാരന്റ് ദാറ്റ് ടു ലേൺ അക്കാഡമിക് റൈറ്റിംഗ് വൺ ഷുഡ് പൊസസ് ബേസിക് സ്കിൽസ് ടു യൂസ് റൈറ്റിംഗ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, അക്കാഡമിക രീതിയിൽ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് സ്കിൽ കൃത്യമായി ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്ന കാര്യങ്ങളുടെ ബേസിക് സംഭവങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് ഒരു സിമ്പിളായിട്ടുള്ള ലെവലല്ല, ഇതൊരു ഹയർ ലെവലാണ്. അതുകൊണ്ട് തന്നെ സാധാരണ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസുകൾ എഴുതുന്നത്, അതുമായി ബന്ധപ്പെട്ട ടെൻസ്, മറ്റ് ഫോമുകൾ, അങ്ങനെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ കുറച്ചും കൂടെ ഹയർ ലെവലായിട്ടുള്ള അക്കാഡമിക് റൈറ്റിംഗ് നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. ദ ഫോളോയിങ് ആർ ദ പ്രീ റിക്വസൈറ്റ്സ് ഫോർ ലേണിംഗ് അക്കാഡമിക് റൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ അക്കാഡമിക് റൈറ്റിംഗ് അതിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തയ്യാറായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മുൻ ഉപാധികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ ഇനി പഠിക്കാൻ പോകുന്നത്. 6 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 6 കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിലേക്ക് കടക്കേണ്ടത്. സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. ഫ്രീ ആയി എഴുതാൻ തുടങ്ങുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൈറ്റ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് വറിയിങ് അബൌട്ട് ദ കറക്റ്റ്നെസ്, ഗ്രാമർ മിസ്റ്റേക്സ് ഓർ ലോജിക്കൽ ഓർഡർ. നിങ്ങൾ സ്വതന്ത്രമായി മനസ്സിൽ മറ്റൊന്നും ചിന്തിക്കാതെ എഴുതാൻ തുടങ്ങുക എന്നുള്ളതാണ് ഈ കാര്യം. റൈറ്റ് കണ്ടിന്യൂസ്ലി, നിങ്ങൾ നിരന്തരമായി എഴുതുക. വിത്തൗട്ട് വറിയിങ് അബൌട്ട് ദ കറക്റ്റ്നെസ്, അത് ഞാൻ എഴുതുന്നത് ശരിയാണോ, അതെല്ലാം കറക്റ്റാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട. ഗ്രാമർ മിസ്റ്റേക്സ്, അതിൽ ഗ്രാമർ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടോ എന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓർ ലോജിക്കൽ ഓർഡർ, എൻ്റെ വാക്കുകളൊക്കെ കൃത്യമായ യുക്തിയോടെയാണോ ഞാൻ എഴുതുന്നത്, കൃത്യമായി ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കാതെ ഫ്രീ ആയിട്ട് എഴുതാൻ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നന്നായി എഴുതാൻ പഠിക്കണമെങ്കിൽ നമ്മൾ എഴുതി തുടങ്ങണം, കൃത്യമായി നമ്മൾ എഴുതി തുടങ്ങണം. എന്നാൽ അത് വളരെ കറക്റ്റാണോ, തെറ്റുകളില്ലാത്തതാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എഴുതി തുടങ്ങിയാൽ മാത്രമേ നമുക്കത് ശരിയാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. യു നീഡ് ടു എൻകറേജ് യുവർ സെൽഫ് ടു റൈറ്റ് സംതിങ്. നമ്മളെ തന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പ്രചോദിപ്പിച്ചുകൊണ്ടും ഇരിക്കണം എഴുതാൻ. കാരണം നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മടിയാണ്, എഴുതാനുള്ള മടി. നമുക്ക് എക്സാമുകളൊക്കെ എഴുതുകയാണ് വേണ്ടത്, പക്ഷേ നമ്മൾ എഴുതി പഠിക്കാറില്ല. നമ്മൾ വായിച്ചും ക്ലാസ്സുകൾ കേട്ടും ഒക്കെ പഠിക്കാനാണ് ശ്രമിക്കുക. എഴുതി മുന്നോട്ട് പോകാൻ നമുക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ അക്കാഡമിക് രീതിയിൽ എഴുതണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി തുടങ്ങണം. തെറ്റുമോ എന്ന ഭയമില്ലാതെ എഴുതി തുടങ്ങണം. സോ ദാറ്റ് ഈസ് സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സെക്കൻഡ് വൺ, കീപ്പ് എ ജേർണൽ. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം കയ്യിൽ വയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മുടേതായിട്ടുള്ള ഒരു ജേർണൽ, നമ്മുടെ ഒരു പ്രസിദ്ധീകരണം എന്ന് വെച്ചാൽ എന്താണ്? മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു റൈറ്റ് സംതിങ് ഇൻ എ നോട്ട് ബുക്ക് സ്പെസിഫിക്കലി മീൻ ഫോർ ദ പർപ്പസ്. നിങ്ങൾ ഇത്തരത്തിൽ അക്കാഡമിക രീതിയിൽ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു പുസ്തകം കയ്യിൽ വയ്ക്കുക. അതിൽ നിങ്ങളുടേതായിട്ടുള്ള എഴുത്തുകളുമായിട്ട് മുന്നോട്ട് പോവുക. മേക്ക് ഇറ്റ് എ ഹാബിറ്റ്, അത് നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റുക. ടു റൈറ്റ് സംതിങ് ഇൻ എ നോട്ട് ബുക്ക്, ഒരു നോട്ട് ബുക്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അത് ഇന്ന കാര്യമായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി തുടങ്ങുക. സ്പെസിഫിക്കലി മീൻ ഫോർ ദ പർപ്പസ്. നിങ്ങളുടെ എഴുത്ത് നന്നാക്കുക എന്ന ലക്ഷ്യമായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി തുടങ്ങുക. കീപ്പിംഗ് എ പേഴ്സണൽ ജേർണൽ ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രാക്ടീസ് ഫോർ ഡെവലപ്പിംഗ് അക്കാഡമിക് റൈറ്റിംഗ് ആസ് വെൽ. നിങ്ങളുടേതായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ജേർണൽ നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിങ്ങിനെ ഡെവലപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും സഹായിക്കുന്നവയായിരിക്കും. തേർഡ് വൺ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. മൂന്നാമത്തെ കാര്യം നന്നായി വായിക്കുക, എഴുതുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നന്നായി എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം നന്നായി വായിക്കുക കൂടി ചെയ്യണം. റീഡിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വസൈറ്റ് ഫോർ അസ്പയറിംഗ് റൈറ്റേഴ്സ്. നന്നായി എഴുതണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി വായിക്കുക കൂടി ചെയ്യുന്ന ഒരാളായിരിക്കണം. റീഡിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വസൈറ്റ്. തീർച്ചയായിട്ടും നമുക്കുണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് നന്നായി വായിക്കുക. എന്നാൽ മാത്രമേ നല്ലൊരു എഴുത്തുകാരനായി മാറാൻ സാധിക്കുകയുള്ളൂ. If you take into account others' opinions and findings, it will help you to improve your writing skill. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ, അവരുടെ കണ്ടെത്തലുകളെ നിങ്ങൾ വിലമതിക്കണം.
എങ്കിൽ മാത്രമേ ഒരു നല്ല രീതിയിലുള്ള എഴുത്തുകാരനായോ എഴുത്തുകാരിയായിട്ടോ നിങ്ങൾക്ക് മാറാൻ പറ്റുള്ളൂ. ഇഫ് യു ടേക്ക് ഇൻ ടു അക്കൗണ്ട് അതേഴ്സ് ഒപ്പീനിയൻസ് ആൻഡ് ഫൈൻഡിങ്സ്, ഇത്തരത്തിൽ നന്നായി വായിച്ച് അത്തരത്തിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽ. നിങ്ങളുടെ എഴുത്തിനെ തീർച്ചയായിട്ടും അത് സഹായിക്കുന്നതായിരിക്കും. മറ്റുള്ള ഒരുപാട് ആളുകളുടെ കാഴ്ചപ്പാടുകൾ കിട്ടുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളും വർദ്ധിക്കും. അത് നമ്മുടെ എഴുത്തിനെ കൃത്യമായി വിശാലതയുള്ളതാക്കി മാറ്റും. അതുകൊണ്ട് നന്നായി എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് വായിച്ചു തുടങ്ങുക. നല്ലൊരു വായനക്കാരന് മാത്രമേ നന്നായി എഴുതാനും സാധിക്കുകയുള്ളൂ. 4th വൺ, തിങ്ക് ക്രിട്ടിക്കലി. വകതിരിവോടെ, വിമർശന ബുദ്ധിയോടെ ചിന്തിക്കാൻ പഠിക്കുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ് സംതിങ് ക്ലോസ്ലി ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഇറ്റ്. നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ തീർച്ചയായിട്ടും വകതിരിവോടെ, വിമർശന ബുദ്ധിയോടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം. അത്തരത്തിൽ ചിന്തിച്ചെടുക്കാൻ കഴിയണം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ് സംതിങ് ക്ലോസ്ലി ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഇറ്റ്. കാര്യങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുക, അതിനെ കാര്യങ്ങൾ എഴുതി തുടങ്ങുക. അതല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടമാക്കുക. അതല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ എഴുതാനും നിങ്ങൾ പറയാനും തുടങ്ങിയാൽ കൃത്യതയുണ്ടാവില്ല, മറ്റുള്ളവർക്ക് വിശ്വാസയോഗ്യമായിരിക്കില്ല. അതുകൊണ്ട് കാര്യങ്ങളെ നന്നായി പഠിക്കുന്ന ഒരാളായി മാറുക. റൈറ്റിംഗ് ആൻഡ് തിങ്കിങ് ആർ കോംപ്ലിമെൻറ്റിംഗ് ഈച്ച് അതർ. എഴുത്തും ചിന്തയും പരസ്പര പൂരകങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവയാണ് എഴുത്തും ചിന്തയും. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ തിങ്കിങ് വിൽ റിഫൈൻ യുവർ റൈറ്റിങ്സ്. തീർച്ചയായിട്ടും നന്നായി ചിന്തിക്കുന്നത് നിങ്ങളുടെ എഴുത്തിനെ ശുദ്ധീകരിക്കും, നന്നാക്കിയെടുക്കും. ആൻഡ് റൈറ്റിംഗ് വിൽ സ്ട്രെങ്തൻ യുവർ തോട്ട്സ്. നന്നായി എഴുതുന്നത് നിങ്ങളുടെ ചിന്തകളെ ശക്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരേ സമയം തന്നെ നന്നായി ചിന്തിക്കുകയും നന്നായി എഴുതുകയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നല്ല വകതിരിവുള്ള, വിമർശന ബുദ്ധിയോടെയുള്ള ഒരു ചിന്തകനായി മാറുക. അതായത് കാര്യങ്ങളെ കൃത്യമായി പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായി എഴുതാനും സാധിക്കുമെന്നർത്ഥം. അടുത്ത ക്വാളിറ്റി എന്താണെന്ന് നോക്കാം. 5th വൺ, ഡെവലപ്പ് റിസർച്ച് സ്കിൽസ്. കൂടുതൽ പഠനങ്ങൾ നടത്താനുള്ള ഒരു മനസ്സുള്ളവരായിരിക്കണം നിങ്ങൾ. അതായത് ഡെവലപ്പിംഗ് റിസർച്ച് സ്കിൽസ് വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ഔട്ട് ആൻഡ് മേക്ക് യൂസ് ഓഫ് ദ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ. നല്ല പഠനങ്ങൾ നടത്തുമ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. ഇത്തരത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്താനുള്ള ഒരു മനസ്സുള്ള ആളായിരിക്കണം നിങ്ങൾ. ഉദാഹരണത്തിന് ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വേണം. അതായത് ഒരു വാക്ക് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല, തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങൾ ഡിക്ഷണറിയിലേക്ക് പോകണം. അവിടെ നിങ്ങൾ അതിന് മീനിങ് തിരയണം, അത് കണ്ടെത്തി അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഇത്തരത്തിൽ കാര്യങ്ങൾ റിസർച്ച് നടത്താനുള്ള ഒരു മനസ്സുള്ള ആളായിട്ട് നിങ്ങൾ മാറണം. അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ഇതെനിക്ക് കൂടുതൽ അറിയാൻ കഴിയുക? ഇപ്പം നമ്മൾ എല്ലാം ഗൂഗിൾ ചെയ്യുന്ന കാലമാണ് അല്ലേ? എന്ത് സംശയം വന്നാലും നമ്മൾ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ തപ്പുന്ന കാലമാണ്. അത്തരത്തിൽ തീർച്ചയായിട്ടും പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാവുന്നതാണ്. പക്ഷെ എങ്കിലും ഇത്തരത്തിൽ റിസർച്ച് നടത്താനുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു താല്പര്യം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് അവസാനത്തെ ക്വാളിറ്റി എന്താണെന്ന് നോക്കാം. ദ ലാസ്റ്റ് വൺ, 6th വൺ, ലേൺ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങളുടെ മേഖല. നിങ്ങൾ ഏത് മേഖലയിൽ നിന്നാണ് വരുന്നത്, ഏത് മേഖലയെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഏത് വിഭാഗത്തിലാണ്. ഇപ്പോൾ നിങ്ങളൊരു സയൻസ് വിദ്യാർത്ഥിയാണോ, ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണോ, അതല്ല ഒരു ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണോ, ഏത് രീതിയിലാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകുന്നത്, അതിനനുസരിച്ചുള്ള വാക്കും പ്രയോഗങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ലേൺ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ സബ്ജക്റ്റിലെ പ്രധാന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ വേണം. ടു റൈറ്റ് ഓൺ യുവർ ഡിസിപ്ലിൻ യു നീഡ് ടു ഗെറ്റ് സിസ്റ്റമാറ്റിക് ഇനീസിയേഷൻ ഇൻ ടു ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് യുവർ ഡിസിപ്ലിൻ. തീർച്ചയായിട്ടും അക്കാഡമിക് രീതിയിൽ നിങ്ങൾ എഴുതുമ്പോൾ ആ പഠന മേഖലയെക്കുറിച്ചായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക. ടു റൈറ്റ് ഓൺ യുവർ ഡിസിപ്ലിൻ യു നീഡ് ടു ഗെറ്റ് എ സിസ്റ്റമാറ്റിക് ഇനീസിയേഷൻ. അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ഐഡിയ, അതിനൊരു ആരംഭം നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇൻ ടു ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് യുവർ ഡിസിപ്ലിൻ. അതിലെ അടിസ്ഥാന വസ്തുതകൾക്ക്, അടിസ്ഥാന കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകണം. നിങ്ങളൊരു സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, അതല്ല ലിറ്ററേച്ചർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, വ്യക്തികൾ, കാര്യങ്ങൾ എല്ലാം. ഇത്തരത്തിൽ ഒരു ഫണ്ടമെൻ്റൽ ഐഡിയ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച്, ഡിസിപ്ലിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. The fundamentals include the key words and phrases frequently used in that discipline. ഫണ്ടമെൻ്റൽ എന്നുള്ളത് അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ കീ വേർഡ്സ്, പ്രധാനപ്പെട്ട വാക്കുകൾ, ആൻഡ് ഫ്രേസസ്, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, വാക്കുകൾ കൂട്ടി വരുന്ന പ്രയോഗങ്ങൾ, ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ ദാറ്റ് ഡിസിപ്ലിൻ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന, പലപ്പോഴായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന അത്തരത്തിലുള്ള വാക്കുകൾ, പ്രയോഗങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകളും പ്രയോഗങ്ങളും അറിഞ്ഞിരുന്നാൽ നമുക്ക് നമ്മുടെ ഡിസിപ്ലിൻ എഴുതുമ്പോൾ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട വാക്കുകൾ എന്തൊക്കെയായിരിക്കും, ഏറ്റവും കൂടുതൽ വരുന്ന വാക്കുകൾ, ബേസിക്കായിട്ട് വരുന്ന എല്ലാ വാക്കുകളും നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അത്തരത്തിൽ ഒരു ധാരണയുള്ളവരായിരിക്കണം നമ്മൾ. ഈ 6 പ്രീ റിക്വസൈറ്റുകളാണ് അക്കാഡമിക് റൈറ്റിങ്ങിന് പോകുന്നതിന് മുൻപ് നമുക്ക് വേണ്ടത്. അക്കാഡമിക് രീതിയിൽ നമ്മൾ എഴുതുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട 6 ക്വാളിറ്റീസ്, നമുക്ക് ആർജിച്ചെടുക്കേണ്ട 6 ക്വാളിറ്റീസ്. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. തുറന്ന് എഴുതാൻ തുടങ്ങുക, ഒന്നും ചിന്തിക്കാതെ, തെറ്റുമോ എന്ന പേടിയില്ലാതെ എഴുതാൻ തുടങ്ങുക. സെക്കൻഡ് വൺ, കീപ്പ് എ ജേണൽ. നിങ്ങളുടേതായിട്ടൊരു പ്രസിദ്ധീകരണം കയ്യിൽ വയ്ക്കുക, നമ്മുടെ ഒരു ബുക്ക്, നമുക്ക് സ്വന്തമായി തോന്നുന്നതൊക്കെ എഴുതാൻ കഴിയുന്ന ഒരു പുസ്തകം. തേർഡ് വൺ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. നന്നായി എഴുതണമെങ്കിൽ നന്നായി വായിക്കുന്ന ഒരാളായിട്ടും മാറണം. അതുകൊണ്ട് നന്നായിട്ട് വായിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫോർത്ത് വൺ, തിങ്ക് ക്രിട്ടിക്കലി. വകതിരിവോടെ, വിമർശന ബുദ്ധിയോടെ ചിന്തിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ എഴുത്തിനെ നല്ലതാക്കി മാറ്റും. ഫിഫ്ത്ത് വൺ, ഡെവലപ്പ് റിസർച്ച് സ്കിൽസ്. കൂടുതൽ പഠനങ്ങളിലേക്കുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുക. അതായത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അറിയാത്ത കാര്യങ്ങളെ അറിയാനുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ നന്നായിട്ട് എഴുതാൻ കഴിയുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലേൺ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ്, നിങ്ങളുടെ മേഖല ഏതാണ് എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട വാക്കുകളും പ്രയോഗങ്ങളും കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ 6 കാര്യങ്ങളാണ് നമ്മൾക്ക് അക്കാഡമിക് രീതിയിൽ എഴുതുമ്പോൾ ആദ്യമേ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. ഇനിയാണ് നമ്മൾ അക്കാഡമിക് രീതിയിലേക്ക് കൃത്യമായി എഴുതാനും പഠിക്കാനും പോകുന്നത്. ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് റൈറ്റിംഗ്സ്. അക്കാഡമിക് രീതിയിലും നോൺ അക്കാഡമിക് രീതിയിലും നമ്മൾ എഴുതുമ്പോൾ ഉള്ള പ്രത്യേകതകളെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കുന്നത് കൊണ്ടുള്ളൊരു ഉപകാരം എന്ന് വെച്ചാൽ എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു വ്യക്തത നമ്മൾക്ക് ലഭിക്കും. ആദ്യത്തെ കോളത്തിൽ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സും അടുത്ത കോളത്തിൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സുമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ഫോർമൽ ലാംഗ്വേജ്, യൂസ് ടെക്നിക്കൽ ആൻഡ് ഫോർമൽ വെക്കാബുലറി. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ പ്രത്യേകതയാണ് ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കും, ഔപചാരികമായിട്ടുള്ള ഭാഷയായിരിക്കും. യൂസ് ടെക്നിക്കൽ ആൻഡ് ഫോർമൽ വെക്കാബുലറി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കും. ഫോർമൽ വെക്കാബുലറി ആയിരിക്കും, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളല്ലാതെ ഔപചാരികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള വാക്കുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുക. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലോ സിമ്പിൾ ലാംഗ്വേജ്, യൂസ് ഇൻഫോർമൽ ഫ്രേസസ് ആൻഡ് സ്ലാങ്സ്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. മാത്രമല്ല ഇൻഫോർമലായിട്ടുള്ള പ്രയോഗങ്ങളുണ്ടാവും. ആൻഡ് സ്ലാങ്സ്, രീതികൾ, നമ്മൾ സാധാരണയായി സംസാരിക്കുന്ന രീതികളൊക്കെ നമ്മൾ നോൺ അക്കാഡമിക് രീതിയിൽ ഉപയോഗിക്കും. എന്നാൽ അക്കാഡമിക് രീതിയിൽ നമ്മൾ ഫോർമലായിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള വാക്കുകളും പ്രയോഗങ്ങളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്ത ഫീച്ചർ നോക്കാം. സിഗ്നൽ വേർഡ്സ് ടു ഇൻഡിക്കേറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദ വർക്ക്. അക്കാഡമിക് റൈറ്റിങ്ങിൽ നമ്മൾ സിഗ്നൽ വേർഡ്സ് ഉപയോഗിക്കും. എന്തിനാണ്? ടു ഇൻഡിക്കേറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദ വർക്ക്. നമ്മുടെ വർക്കിൻ്റെ ആ അടുക്കും ചിട്ടയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിഗ്നൽ വേർഡ്സ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, റെഫറൻസ്, മെത്തഡോളജി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത്തരം വാക്കുകൾ നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിലാണ് ഉപയോഗിക്കാറുള്ളത്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, മെത്തഡോളജി, റെഫറൻസസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇത്തരത്തിൽ സിഗ്നൽ വാക്കുകൾ എന്താണ് പറയാൻ പോകുന്നത്, അതെന്തിനാണ് പറയുന്നത്? ടു ഇൻഡിക്കേറ്റ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഓഫ് ദ വർക്ക്. നമ്മുടെ ആ വർക്കിൻ്റെ, നമ്മുടെ ആ എഴുത്തിൻ്റെ ഓർഗനൈസേഷണൽ പാറ്റേൺ, അതിൻ്റെ അടുക്കും ചിട്ടയെ, കൃത്യമായ ഒരു അടുക്കും ചിട്ടയോട് കൂടിയായിരിക്കും അല്ലേ? നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ? ഒരു ഇൻട്രൊഡക്ഷൻ എഴുതും, അതിന് ഇത്ര സൈസ് വേണമെന്നുണ്ടാവും, അത് കഴിഞ്ഞ് നമ്മൾ
എന്താണോ അതിൽ കണ്ടൻറ്റിലേക്ക് കടക്കും, അവസാനം ഒരു കൺക്ലൂഷൻ ഉണ്ടാവും, അവസാനം റെഫറൻസോ ബിബ്ലിയോഗ്രഫിയോ വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു ഓർഗനൈസേഷണൽ പാറ്റേൺ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ സിഗ്നൽ വാക്കുകളൊക്കെ നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കും. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലോ ലാംഗ്വേജ് യൂസ് സ്യൂട്ടബിൾ ഫോർ എ ലാർജർ ഓഡിയൻസ്, ഒരു വലിയ വിഭാഗം ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാധാരണമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള സിഗ്നൽ വാക്കുകളൊന്നും നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കാറില്ല. അടുത്ത ഫീച്ചർ നോക്കാം, ഫോർമൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കണ്ടെയ്നിങ് സ്റ്റേറ്റ്മെൻറ്റ്. തീർച്ചയായിട്ടും ആരംഭിക്കുന്ന സമയത്ത് അക്കാഡമിക് റൈറ്റിങ്ങിൽ ഒരു ഫോർമലായിട്ടുള്ള ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ടാവും. എന്താണ് പറയാൻ പോകുന്നതെന്ന് വിവരിച്ചുകൊണ്ട് അതിന് ആമുഖം എന്ന രീതിയിൽ ഒരു പാരഗ്രാഫ് ഉണ്ടാവും. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലേക്ക് വരുമ്പോഴോ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ സ്യൂട്ടിംഗ് ദ സബ്ജക്റ്റ് എ തീസിസ് മാറ്റർ ഓഫ് ദ വർക്ക്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ സാധാരണ രീതിയിൽ. എന്താണോ നമ്മുടെ സബ്ജക്റ്റ് അതിനനുസരിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വളരെ ചെറിയ രീതിയിൽ ഷോർട്ടായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. എന്നാൽ അക്കാഡമിക് രീതിയിൽ എഴുതുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഫോർമൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫായി മാറും. നെക്സ്റ്റ് വൺ, ബോഡി പാരഗ്രാഫ്സ് ആർ ലോങ് ആൻഡ് വിത്ത് ഈച്ച് സെൻറ്റൻസ് സെർവിങ് എ സ്പെസിഫൈഡ് പർപ്പസ്. അക്കാഡമിക് റൈറ്റിങ്ങിലാവുന്ന സമയത്ത് ബോഡി പാരഗ്രാഫ്സ്, പിന്നീട് വരുന്ന കാര്യങ്ങൾ പാരഗ്രാഫുകളെല്ലാം ആർ ലോങ്, വലിയ വലിയ പാരഗ്രാഫുകളായിരിക്കും. ആൻഡ് വിത്ത് ഈച്ച് സെൻറ്റൻസ് സെർവിങ് എ സ്പെസിഫിക് പർപ്പസ്, ഓരോ പാരഗ്രാഫിനും അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസിനും എന്തുണ്ടാവും, കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാവും, കൃത്യമായ കാര്യങ്ങൾ പറയുക എന്ന ലക്ഷ്യബോധമുണ്ടാവും. എന്നാലോ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ അങ്ങനെയല്ല. മെയിൻ ബോഡി പാരഗ്രാഫ്സ് ആർ ഷോർട്ടർ ഇൻ ലെങ്ത് ലൈക്ക് ടോപ്പിക് സെൻറ്റൻസ്, സബ്സ്റ്റാൻഷിയേഷൻ ആൻഡ് ട്രാൻസിഷൻ. അതായത് നമ്മൾ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ എഴുതുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ടുള്ള പാരഗ്രാഫുകളാണ് ബോഡിയിൽ ഉപയോഗിക്കുക. അതായത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ പാരഗ്രാഫുകളിലാണ് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ എഴുതുന്ന സമയത്തും അല്ലാതെയൊക്കെ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ ചെറിയ ചെറിയ പാരഗ്രാഫിൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. ഒരു സീരിയസ്നെസ് നമ്മളപ്പോൾ കീപ്പ് ചെയ്യാറില്ല. എന്നാൽ അക്കാഡമിക് റൈറ്റിങ്ങിൽ അങ്ങനെയല്ല, വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഓരോ സെൻറ്റൻസും നമ്മൾ എഴുതുക. നെക്സ്റ്റ് വൺ, elaborate explanation of the central idea or argument with supporting expert sources. അക്കാഡമിക് റൈറ്റിങ്ങിൽ നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ എഴുതുന്നത് അതിനെക്കുറിച്ച് എലാബറേറ്റ് ആയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, വിശദീകരണം ഉണ്ടാവും ഓഫ് ദ സെൻട്രൽ ഐഡിയ. എന്ത് കാര്യമാണോ നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും, ഒരു ലേഖനമായിരിക്കും അത്. ഓർ ആർഗ്യുമെൻറ്റ് വിത്ത് സപ്പോർട്ടിംഗ് എക്സ്പേർട്ട് സോഴ്സസ്, അതായത് നമ്മളിത് എഴുതുന്നത് എവിടെ നിന്ന് എടുത്തിട്ടാണ്, ഏതാണ് നമ്മുടെ ഈ അറിവിൻ്റെ സ്രോതസ്സ് എല്ലാം വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിൽ എഴുതുന്നുണ്ടാവുക. ഇത് ഇന്ന പുസ്തകത്തിൽ നിന്ന്, ഇന്ന സ്ഥലത്ത് നിന്ന്, അങ്ങനെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് വിവരിക്കുന്നുണ്ടാവും. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലോ ഐഡിയാസ് ആർ എലാബറേറ്റഡ് വെൽ ബട്ട് നോട്ട് സപ്പോർട്ടഡ് വിത്ത് എക്സ്പേർട്ട് സോഴ്സസ്. കാര്യങ്ങൾ നമ്മൾ നോൺ അക്കാഡമിക് ആണെങ്കിലും വിശദമായിട്ട് കാര്യങ്ങൾ പറയും, വിശദീകരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ബട്ട് നോട്ട് സപ്പോർട്ടഡ് വിത്ത് എക്സ്പേർട്ട് സോഴ്സസ്. ആധികാരിക രേഖകളൊന്നും വെച്ച് നമ്മൾ എന്ത് ചെയ്യാറില്ല, അതൊന്നും വിവരിക്കാറില്ല. അതായത് കാര്യങ്ങൾ പറഞ്ഞു പോകുമെന്നല്ലാതെ വളരെ വിശദമായ രീതിയിൽ വിവരിക്കുന്ന രീതി നോൺ അക്കാഡമിക് റൈറ്റിങ്ങിനില്ല. ഏത് രീതിയിലാണ് കിട്ടിയത്, എവിടെ നിന്നാണ് ഈ അറിവ് ലഭിച്ചത് എന്ന കാര്യങ്ങളൊന്നും നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലില്ല. എന്നാൽ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഇതെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ എഴുതാറുണ്ട്. റെഫറൻസിങ്, നമ്മളൊരു കാര്യം എഴുതി കഴിഞ്ഞാൽ ഇത് ഇന്ന പുസ്തകത്തിൽ നിന്നെടുത്തതാണ്, ഇന്ന പേജിൽ നിന്നെടുത്തതാണ്, ഇന്ന ആൾ പറഞ്ഞതാണെന്ന രീതിയിൽ കൃത്യമായ വ്യക്തമായ റെഫറൻസിങ് അക്കാഡമിക് റൈറ്റിങ്ങിലുണ്ട്. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ പേഴ്സണൽ സ്റ്റോറീസ് ഓർ ഇംപ്രഷൻസ് ആൻഡ് നോ റെഫറൻസിങ്. പേഴ്സണലായിട്ടുള്ള സ്റ്റോറികൾ പോലും ഇംപ്രഷൻസൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതായത് വ്യക്തിപരമായിട്ടുള്ള ചില കഥകൾ, അതല്ലെങ്കിൽ ചില ആളുകളുടെ ചിന്തകൾ എല്ലാം നമ്മൾ ഉപയോഗിക്കും. വ്യക്തമായൊരു റെഫറൻസിങ് രീതിയൊന്നും നോൺ അക്കാഡമിക് റൈറ്റിങ്ങിനില്ല. അതായത് ഇന്ന പുസ്തകത്തിൽ നിന്ന്, ഇന്ന ആൾ, ഇന്ന പേജ് എന്ന് പറഞ്ഞ് വ്യക്തതയൊന്നും ഇല്ല. അക്കാഡമിക് റൈറ്റിങ്ങിലെ മറ്റൊരു ഫീച്ചർ നോക്കാം. Others' ideas and answers incorporated to in body paragraphs as direct quotations, paraphrasing. അതായത് മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ വർക്കിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾ പറഞ്ഞ കാര്യമാവാം, അതൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു വർക്കിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കൊട്ടേഷനായിട്ട് ഉപയോഗിക്കും. അതായത് അവരുടെ എന്താണോ അവർ പറഞ്ഞ വാക്കുകൾ അത് അതുപോലെ എഴുതി ഡബിൾ ഇൻവെർട്ടർ കോമയിലിട്ട് ആരാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത് എന്ന കാര്യങ്ങൾ വ്യക്തതയുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ഭാഷയിലാണ് പറഞ്ഞതെങ്കിൽ അത് പാരാഫ്രൈസിങ്, പരിഭാഷപ്പെടുത്തി കൃത്യമായി നമ്മുടെ ഏത് ലാംഗ്വേജിലാണോ നമ്മൾ എഴുതുന്നത് അതിലേക്ക് കൃത്യമായി വിവരിച്ചുകൊണ്ടായിരിക്കും
അക്കാഡമിക് റൈറ്റിങ്ങിൽ മറ്റൊരാളുടെ അഭിപ്രായത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഡയറക്റ്റ് കൊട്ടേഷൻസ് ഫ്രം അതേഴ്സ് വിത്തൗട്ട് സൈറ്റിംഗ് സോഴ്സസ്. തീർച്ചയായിട്ടും മറ്റുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നേരിട്ട് എവിടെ നിന്നാണ് ഇത് ലഭിച്ചത്, ആരാണിത് പറയുന്നത് എന്ന വ്യക്തതയൊന്നും നമ്മൾ കൊടുക്കാറില്ല. ആരാണോ എന്താണോ പറയുന്നത് അത് നമ്മൾ അതുപോലെ എടുത്തങ്ങോട്ട് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അക്കാഡമിക് റൈറ്റിങ്ങിൽ കാണിക്കുന്ന പോലുള്ള ഒരു സൂക്ഷ്മത ഇവിടെ കാണിക്കാറില്ല. മറ്റൊരു ഫീച്ചറാണ് ഓതേഴ്സ് സ്റ്റാൻഡ് ഓൺ ദ ഇഷ്യൂ റേസ്ഡ് ഇൻ ദ എസ്സേ ബട്ട് വിത്തൗട്ട് എക്സ്പ്രഷൻസ് ലൈക്ക് ഐ തിങ്ക്, ഇൻ മൈ വ്യൂ. അക്കാഡമിക് റൈറ്റിങ്ങിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ എഴുതുന്ന ആളുടെ അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ട് തെറ്റില്ല. അതെന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എസ്സേയിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഐ തിങ്ക്, ഇൻ മൈ വ്യൂ എന്നുള്ള പ്രയോഗങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. വളരെ ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഞാൻ ചിന്തിക്കുന്നു, എൻ്റെ അഭിപ്രായത്തിൽ എന്ന പ്രയോഗങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഓതേഴ്സ് എക്സ്പ്രസസ് ഒപ്പീനിയൻ ഡയറക്ട്ലി ആസ് ഐ, ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അവിടെ ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ എന്ന് എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എന്ന രീതിയിലൊക്കെ എഴുതാം. എന്നാൽ അക്കാഡമിക് റൈറ്റിങ്ങിൽ എഴുതുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും അതിനത്തരത്തിൽ നമ്മുടേതായിട്ട് മാത്രം എന്ന രീതിയിൽ എഴുതാറില്ല. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ടേബിൾസ്. കാര്യങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ ടേബിളുകൾ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. കൃത്യമായ ഓരോ കണക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ടും ടേബിളുകൾ നമ്മൾ ഉപയോഗിക്കും. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ നോ ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്. വളരെ കൃത്യതയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ടേബിളുകളും ഫിഗേഴ്സൊന്നും കൃത്യമായ കണക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. എന്നാൽ ഇത്തരത്തിൽ കൃത്യമായ ടേബിളുകളും കണക്കൊക്കെ നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കും. അവസാനമായിട്ടുള്ളൊരു ഫീച്ചർ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രിസൈസ് ഫിഗേഴ്സ്. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കണക്കുകളുമായിരിക്കും ഇതിനകത്തുണ്ടാവുക. നമ്മൾ എന്തെങ്കിലും ഒരു എക്കണോമിക് സംഭവത്തെയൊക്കെ പറയുന്ന സമയത്ത് അതിൽ കൃത്യമായ കണക്കുകൾ ഉണ്ടാവും. അത് ഓരോ കാര്യത്തിലും ആ കൃത്യത നമ്മൾ അക്കാഡമിക് റൈറ്റിങ്ങിൽ പാലിക്കാറുണ്ട്. എന്നാൽ നോൺ അക്കാഡമിക് റൈറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ്, ഒരു ഏകദേശ കണക്ക് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഏതാണ്ട് അത്ര എന്ന രീതിയിൽ മാത്രം ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് നോൺ അക്കാഡമിക് റൈറ്റിങ്ങിൽ എഴുതുമ്പോൾ നമ്മൾ പറയാം. അതായത് വളരെ കൃത്യതയോടെയുള്ള കണക്ക് അക്കാഡമിക് റൈറ്റിങ്ങിലുണ്ടാവും. എന്നാൽ അത്രയും കൃത്യതയില്ലാതെ തന്നെ ഏകദേശം ഒരു കണക്ക് വെച്ച് നമ്മൾ നോൺ അക്കാഡമിക് റൈറ്റിംഗ് എഴുതുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഫീച്ചറുകൾ പറഞ്ഞതിൽ നിന്ന് അക്കാഡമിക് റൈറ്റിംഗ് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഔപചാരികമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട്, കൃത്യമായ സിഗ്നൽ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, നല്ല ഇൻട്രൊഡക്ടറി പാരഗ്രാഫും ബോഡി പാരഗ്രാഫുകളും എഴുതിക്കൊണ്ട്, എവിടെ നിന്നാണ് നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടിയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, കൃത്യമായ ആളുകളുടെ അഭിപ്രായങ്ങൾ കൊട്ടേഷൻസും പാരാഫ്രൈസിങ് ഉപയോഗിച്ച് എഴുതിക്കൊണ്ട്, നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഐ തിങ്ക്, ഇൻ മൈ വ്യൂ എന്ന പ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാതെയും ടേബിളുകൾ ഉപയോഗിച്ചുകൊണ്ടും പ്രിസൈസ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും എഴുതുന്ന രീതിയാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് അക്കാഡമിക് റൈറ്റിംഗ് എന്നതുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. Academic writing generally refers to all writing tasks assigned to students for the purpose of study at the college level. നമുക്ക് മനസ്സിലായ കാര്യമാണ്, കോളേജ് ലെവലിൽ ഒരു വിദ്യാർത്ഥി എഴുതേണ്ടി വരുന്ന എഴുത്ത് രീതികളെയാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് വേരിയസ് അതർ ഇൻഫോർമൽ ആൻഡ് ഫിക്ഷണൽ റൈറ്റിംഗ്സ്. നമുക്ക് മനസ്സിലായ മറ്റൊരു കാര്യമാണ്, ഇത് മറ്റ് ക്രിയേറ്റീവ് റൈറ്റിങ്ങുകളിൽ നിന്ന്, നമ്മുടെ സർഗാത്മകമായിട്ടുള്ള ഒരു കഥയോ കവിതയോ എഴുതുന്ന രീതിയല്ല. ആൻഡ് വേരിയസ് അതർ ഇൻഫോർമൽ, നമ്മൾ മറ്റ് ഇൻഫോർമൽ ആയിട്ടുള്ള രീതികളിൽ എഴുതാറുണ്ട്. ഫിക്ഷണൽ, ഭാവനാത്മകമായ എഴുത്തുകൾ എഴുതാറുണ്ട്. അത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ കഥയോ കവിതയോ നമ്മുടെ ചിന്തകളോ ഡയറിയോ ഒന്നും എഴുതുന്ന പോലെയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള അക്കാഡമിക് രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന വിധം എഴുതുന്ന എഴുത്തുകളെയാണ് അക്കാഡമിക് റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അക്കാഡമിക് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട 3 ടേമുകളാണ്. ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്, പ്ലാജിയാരിസം, ഹോണർ കോഡ്. ഇത് 3 എന്താണ് എന്നാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്. എന്താണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. എ പേപ്പർ സബ്മിറ്റഡ് ബൈ എ സ്കോളർ ഫോർ പബ്ലിക്കേഷൻ ടു എ ജേർണൽ ഈസ് സെൻറ്റ് ടു അതർ സ്കോളേഴ്സ്
reviewers by the editor of the journal without the names and the other details of the writer. ഒരാൾ വിശദമായ പഠനങ്ങൾക്ക് ശേഷം അക്കാഡമിക് രീതിയിൽ ഒരു പേപ്പർ തയ്യാറാക്കുന്നു. അത് പ്രസിദ്ധീകരിക്കാനായി പ്രസാധകന് കൈമാറുന്നു. എന്നാൽ ഇത് പ്രസിദ്ധീകരണ യോഗ്യമാണോ എന്ന് തീർച്ചപ്പെടുത്താൻ ഒരു പ്രസാധകൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് അത് മറ്റൊരു പണ്ഡിതന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റിവ്യൂവർക്ക് അയച്ചു കൊടുക്കുക. എന്നാൽ ഇത്തരത്തിൽ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതാരാണ് യഥാർത്ഥത്തിൽ എഴുതിയതെന്നോ അയാളുടെ ഇൻഫോർമേഷൻസ് ഒന്നുമേ കൊടുക്കാറില്ല. അത്തരത്തിൽ ആരുടെയാണ് എന്ന് മനസ്സിലാക്കാതെ ഇതാരുടെ ലേഖനമാണ് എന്നൊന്നും അറിയാതെ തന്നെ ആ റിവ്യൂവർ അത് റിവ്യൂ ചെയ്യുന്നു. The reviewers read the paper and determine if the paper is worth publishing. ഈ കിട്ടിയ ലേഖനം പ്രസിദ്ധീകരണ യോഗ്യമാണോ എന്ന് അവർ തീർച്ചപ്പെടുത്തുന്നു. എന്നിട്ട് ആ വിവരം പ്രസാധകനെ അറിയിക്കുന്നു. The identity of the reviewers is never disclosed to the author of the paper. ഈ ആരാണ് എഴുതിയത് എന്ന വിവരം ഇത്തരത്തിൽ നിരൂപണം നടത്തുന്ന അതിനെ റിവ്യൂ ചെയ്യുന്ന ആളോട് പറയാത്ത പോലെ തന്നെ ആരാണ് ഇത് പ്രസിദ്ധീകരണ യോഗ്യമാണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞത് എന്നതിനെക്കുറിച്ചും വിവരങ്ങൾ കൈമാറില്ല. അതായത് എഴുത്തുകാരൻ അറിയില്ല തൻ്റെ ഈ പറയുന്ന ലേഖനം ആരാണ് റിവ്യൂ ചെയ്തത്. അതുപോലെ റിവ്യൂ ചെയ്യുന്ന ആൾക്ക് അറിയില്ല ഇത് ആരാണ് എഴുതിയത്. ഇത്തരത്തിൽ രണ്ട് എൻഡും ബ്ലൈൻഡാണ്. അവർ പരസ്പരം അറിയുന്നില്ല. പക്ഷേ എഴുതിയ ആൾ അത് എഴുതുകയും പ്രസാധകന് കൈമാറുകയും ചെയ്യുന്നു. അത് പ്രസാധകൻ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നതാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മറ്റൊരാൾക്ക് കൊടുത്ത് തീർച്ചയാക്കുന്നു. എന്നാൽ എഴുതിയ ആളും ഇത് റിവ്യൂ ചെയ്ത ആളും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഇതിനെയാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ് എന്ന് പറയുന്നത്. പിയർ ഉദ്ദേശിക്കുന്ന സുഹൃത്ത് എന്ന അർത്ഥത്തിലാണ്. അതായത് അറിയാത്ത ഒരു സുഹൃത്താണ് ഇവിടെ റിവ്യൂ ചെയ്യുന്നത്. അത്തരത്തിലൊരു ടേമാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂയിങ്. അക്കാഡമിക് രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണിത്. അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് പ്ലാജിയാരിസം, രചനാമോഷണം. എന്താണ് പ്ലാജിയാരിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. പ്ലാജിയാരിസം ഈസ് ആൻ ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് മെറ്റീരിയൽ ആസ് വൺസ് ഓൺ. മറ്റൊരാളുടെ എഴുത്തിനെ മോഷ്ടിച്ചെടുത്ത് അത് തൻ്റെ എഴുത്താണ് എന്ന് വാദിക്കുന്നതിനെയാണ് പ്ലാജിയാരിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അൺഎത്തിക്കൽ ആക്ട്. തീർച്ചയായിട്ടും ഒരു അധാർമികമായ പ്രവൃത്തിയാണ്. എ സീരിയസ് ഒഫൻസ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണത്. ആൻഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. തീർച്ചയായിട്ടും ഇത് അക്കാഡമിക് സത്യസന്ധതയുടെ ലംഘനമാണ്. മറ്റൊരാളുടെ എഴുത്തിനെ എടുത്ത് അധാർമികമായിട്ട് അത് തൻ്റേതാണെന്ന് പറയുന്ന രീതിയാണിത്. The easiest way to avoid plagiarism is to distinguish your ideas from the ideas of others in your paper. ഇത്തരത്തിൽ മറ്റൊരാളുടേത് നിന്ന് മോഷ്ടിച്ചെടുത്ത ആശയമല്ല എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് വിവരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയേണ്ട രീതി, നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് അയാളിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ എഴുത്തുകളിൽ നിന്ന് തൻ്റേത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ വിവരിക്കണം. അതായത് നിങ്ങളൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങളാണ് എൻ്റേതിലുള്ളത്, അതല്ലാതെ ഞാൻ അയാളുടേത് മോഷ്ടിച്ചെടുത്തതല്ല എന്ന് നിങ്ങൾ വിവരിക്കണം. ദാറ്റ് ഈസ് എവറി ഐഡിയ ബോറോഡ് ഫ്രം അതേഴ്സ് നീഡ് ടു ബി അക്നോളജ്ഡ് ഇൻ ദ ടെക്സ്റ്റ് ഓഫ് യുവർ പേപ്പർ ബൈ സെപ്പറേറ്റിംഗ് ദം യൂസിങ് കൊട്ടേഷൻ മാർക്സ് ആൻഡ് പ്രൊവൈഡിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് സോഴ്സസ്. കൃത്യമായിട്ട് നിങ്ങൾ മറ്റൊരാളുടെ എന്തെങ്കിലും സംഭവം കടമെടുക്കുന്നുണ്ടെങ്കിൽ അത് മോഷണമാവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ഇത്തരത്തിൽ എടുക്കുന്ന എല്ലാ സംഭവവും നിങ്ങൾ ഏറ്റു പറയണം. അക്നോളജ്ഡ്, കൃത്യമായി നിങ്ങൾ ഏറ്റു പറയണം. ഇത് ഞാൻ ഇന്ന പുസ്തകത്തിൽ നിന്ന് ഇന്ന ആളുടേത് എടുത്തതാണ് എന്ന് കൃത്യമായിട്ട് പറയണം. സെപ്പറേറ്റിംഗ് ദം യൂസിങ് കൊട്ടേഷൻ മാർക്സ്. അവരുടെ പുസ്തകങ്ങളുടെ പേര്, ആ വ്യക്തികളുടെ പേര്, അവർ പറയുന്ന വാക്കുകൾ ഇത്തരത്തിൽ നിങ്ങൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക തന്നെ വേണം. മാത്രമല്ല പ്രൊവൈഡിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ സോഴ്സസ്. നിങ്ങൾ ഏതെല്ലാം സ്രോതസ്സിൽ നിന്നാണ് ഇതെല്ലാം എടുത്തത്, ഏതെല്ലാം പുസ്തകങ്ങളിൽ നിന്നാണ്, ഏതെല്ലാം സോഴ്സുകളിൽ നിങ്ങൾ ഇതെടുത്തു, അത് കൃത്യമായിട്ട് നിങ്ങൾ അവസാനം കാണിക്കുകയും ചെയ്യണം. അത്തരത്തിലുള്ള എത്തിക്കലായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്നത് ധാർമ്മികമാവുകയുള്ളൂ. അതല്ലാതെ ഒരാൾ എഴുതിയതിനെ സ്വന്തമായി നിങ്ങൾ അതുപോലെ പകർത്തി എഴുതിയിട്ട് അത് നിങ്ങളുടേതാണ് എന്ന് പറയുന്നതിനെയാണ് പ്ലാജിയാരിസം, രചനാമോഷണമെന്ന് പറയുന്നത്. അവസാനമായി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള അക്കാഡമിക് റൈറ്റിംഗ് ടേമാണ് ഹോണർ കോഡ്. എന്താണ് ഹോണർ കോഡ്? Writer of an academic paper is expected to adhere to certain basic ethics and they have to conduct themselves in a responsible manner. അക്കാഡമിക് രീതിയിൽ എഴുതുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും
ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ടു സെർട്ടൈൻ ബേസിക് എത്തിക്സ്, കൃത്യമായ ചില ധാർമ്മികത, കൃത്യമായ എത്തിക്സുകൾ പാലിക്കേണ്ട ഒരാളാണ് അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യുന്ന ആൾ. Some universities make it mandatory for all students to sign an agreement called Honor Code at the time of enrolling for academic programs. ലോകത്തിലെ ചില യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറയാൻ പോകുന്ന ഹോണർ കോഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, എഴുത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് മാന്യതകൾ പാലിക്കേണ്ടതുണ്ട് അല്ലേ. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പല തെറ്റുകളും എഴുത്തിലും ചെയ്യാൻ പാടില്ല. അതായത് ഈ മോഷ്ടിക്കുക എന്നൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ എഴുത്തിലും പാടില്ല. അതുകൊണ്ട് തന്നെ അതിൽ എഴുത്തിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നൊരു കാര്യമാണിത്. എന്താണിത്? മേക്ക് ഇറ്റ് മാൻഡറ്ററി ഫോർ ആൾ സ്റ്റുഡൻസ് ടു സൈൻ എൻ എഗ്രിമെൻറ്റ്. പഠിക്കാൻ വരുന്ന എല്ലാ വിദ്യാർത്ഥികളെ കൊണ്ടും ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കാറുണ്ട് യൂണിവേഴ്സിറ്റികൾ. അതിനെയാണ് ഹോണർ കോഡ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈം ഓഫ് എൻറോളിംഗ് ഫോർ അക്കാഡമിക് പ്രോഗ്രാംസ്, നമ്മൾ ഡിഗ്രിക്കൊക്കെ ചേരുന്ന സമയത്ത് തന്നെ അവർ ഒപ്പിട്ട് വാങ്ങുന്ന ഒരു പ്രത്യേകതരം എഗ്രിമെൻ്റാണ് ഹോണർ കോഡ്. Honor code is like a pledge taken by students to the effect that they will uphold academic integrity and ethical behavior and will not engage in any kind of cheating, stealing and misrepresentation. വിദ്യാർത്ഥികൾ അക്കാഡമിക് രീതിയിലുള്ള പഠനം ആരംഭിക്കുന്ന സമയത്ത് അവരൊരു പ്രതിജ്ഞ എടുക്കുന്ന പോലെയാണ് ഓണർ കോഡ് ഒപ്പുവെപ്പിക്കുന്നത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് they will uphold academic integrity, അക്കാദമികമായ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുമെന്ന പ്രതിജ്ഞയാണിത്. ആൻഡ് എത്തിക്കൽ ബിഹേവിയർ, വളരെ മാന്യമായ പെരുമാറ്റം മാത്രമേ ഞാൻ എഴുത്തുകളിലും മറ്റുമൊക്കെ ചെയ്യുകയുള്ളൂ എന്നൊരു പ്രതിജ്ഞ കൂടിയാണ്. ആൻഡ് വിൽ നോട്ട് എൻഗേജ് ഇൻ എനി കൈൻഡ് ഓഫ് ചീറ്റിംഗ്, സ്റ്റീലിംഗ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. യാതൊരുവിധ ചീറ്റിംഗ്, തട്ടിപ്പും, സ്റ്റീലിംഗ്, മോഷണവും, മിസ്റെപ്രസെൻറ്റേഷൻ, തെറ്റായിട്ടുള്ള അവതരണവും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പുവെക്കുന്ന ഒരു പ്ലെഡ്ജാണ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റാണ് ഹോണർ കോഡ്. ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ് എന്ന ആദ്യ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. എക്സാമിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അക്കാഡമിക് റൈറ്റിംഗ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ എന്താണെന്നും ഒരു വ്യക്തത ഈ ക്ലാസ്സിലൂടെ ലഭിച്ചുവെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.